കയ്യേറ്റമൊഴിപ്പിക്കലിന് കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിന് ഒരു മാസം മുമ്പ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഭൂമാഫിയയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായത്. ജോയ്സ് ജോർജ് എം പി അടക്കമുള്ളവരുടെ ഭൂമി ഇടപാടുകൾ നടന്ന കൊട്ടക്കമ്പൂർ വട്ടവട മേഖലയിലെ മരമുറി അന്നവിടം സന്ദർശിച്ച റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ഡോക്ടർ നിവേദിത പിഹരൻ ഉത്തരവിലൂടെ നിരോധിച്ചിരുന്നു. ഈ മേഖലയിൽ വ്യാജപട്ടയങ്ങൾ വ്യാപകമാണെന്ന് കണ്ടതിനെ തുടർന്നാണ് നിവേദിത പിഹരൻ മരമുറിക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. ഈ റിപ്പോർട്ടിൽ അവ്യക്തതയുള്ളതിനാൽ പുനഃപരിശോധിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചത്. ഇവിടെ ഭൂമിയുള്ള ജോയ്സ് ജോർജ് എം പി അടക്കമുള്ളവരോട് ഉടമസ്ഥാവകാശ രേഖകൾ ഹാജരാക്കാൻ ദേവികുളം സബ് കളക്ടറായ ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ അദ്ദേഹം രേഖകളൊന്നും ഹാജരാക്കിയില്ല. ഇത്തരത്തിൽ ഉടമസ്ഥാവകാശ രേഖകൾ ഹാജരാക്കാത്ത നൂറുകണക്കിന് ആൾക്കാരാണ് ഇവിടെ തോട്ടം കൈവശം വെച്ചിരിക്കുന്നത്. നിവേദിത പിഹറിന്റെ റിപ്പോർട്ട് റദ്ദാക്കിയാൽ ഏക്കർ കണക്കിന് സർക്കാർ ഭൂമി കയ്യേറി യൂക്കാലിറ്റസ് മരങ്ങൾ വെച്ചവർക്ക് മരമുറിയിലൂടെ നൂറുകണക്കിന് കോടി രൂപയാണ് കിട്ടുക. ഏലമലക്കാടുകൾ റവന്യൂ ഭൂമിയാക്കണമെന്ന ശുപാർശയും വിവാദ തീരുമാനങ്ങളുടെ ഭാഗമായുണ്ട്. ഇടുക്കിയിലെ ജനപ്രതിനിധികളുടെ ആവശ്യപ്രകാരമാണ് തീരുമാനങ്ങളെന്നാണ് യോഗത്തിന്റെ മിനിറ്റ്സ് പറയുന്നത്. ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.